ഹലോ ഹായ് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും ഒരു നോമ്പ് തുറ റെസിപ്പി എന്നൊന്നുമില്ല, ഒരു നോമ്പ് തുറ വിശേഷങ്ങളുമായിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ചോട്ടുപാപ്പാനെയാണ്. നമ്മുടെ ചോട്ടു ബേബി ഓനെ ഇങ്ങനെ ആ ഉള്ളിൻ്റെ പാക്കറ്റും പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. ബിരിസ്തയില്ലേ, നമ്മളെ ഫ്രൈ ചെയ്ത ഉള്ളി ഇങ്ങനെ വാങ്ങിക്കും. അങ്ങനെ 1 കിലോൻ്റെ ഒരു പാക്കറ്റ് വാങ്ങിയതായിരുന്നു ഞാൻ. 210 രൂപയുടെ 1 കിലോന്. അങ്ങനെ അത് വാങ്ങിയത് ആർക്കും വിട്ട് തരുന്നില്ല. അതും ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഇരുന്നിട്ടുണ്ട്. ഞാൻ തരില്ല പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ അവൻ്റെ അടുക്കുന്ന അത് വാങ്ങി വെച്ച് പിന്നെ ഞാൻ വൈകുന്നേരത്തെ നമ്മുടെ നോമ്പ് തുറ പരിപാടികളിലേക്ക് പോയി. അപ്പോൾ തലേന്ന് ഞാൻ കട്ട്ലേറ്റ് ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. കട്ട്ലേറ്റിൻ്റെ കുറച്ച് മസാല ബാക്കിയുണ്ട്. അപ്പോൾ പിന്നെ കട്ട്ലേറ്റ് വേണ്ട പറഞ്ഞു. മോൻ പറഞ്ഞു പിന്നെ കട്ട്ലേറ്റ് ആക്കണ്ട പറഞ്ഞ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ബ്രെഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് മുട്ടയിൽ ഇങ്ങനെ മുക്കിയിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നില്ല, അങ്ങനത്തെ ഒരു സ്നാക്സ് ഉണ്ടാക്കാൻ വിചാരിച്ച്. അപ്പോൾ മോനോട് അത് കാണിച്ചു കൊടുക്കുന്ന ഞാൻ എങ്ങനെയാണ് ആക്കേണ്ടതെന്ന്. മോനത് അവിടെ ചെയ്യുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഷർബത്ത് കലക്കിയിട്ടുണ്ടായിരുന്നു, റൂ അഫ്സ. എനിക്ക് വെള്ളത്തിലും കലക്കി അത് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ച്. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കുള്ളത് ജ്യൂസ്. അവർക്ക് വെള്ളത്തിലെ റൂ അഫ്സ പറ്റൂല, ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അവർക്കും വേണ്ടിയിട്ട് കുറച്ച് ഈത്തപ്പഴവും ബദാമും എടുത്തിട്ട് വെള്ളത്തിൽ അവിടെ പൊതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അത് പയ്യെ നോമ്പ് തുറക്കാൻ നോക്കുമ്പോൾ ജ്യൂസ് അടിക്കാൻ വിചാരിച്ചു. അപ്പോഴേക്ക് മോളത് അടിച്ചിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് പൊതിർന്നതിന് ശേഷം ജ്യൂസ് അടിച്ചിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പണികളെല്ലാം അങ്ങനെ കഴിഞ്ഞു. പിന്നെ ഇനി സ്നാക്സിൻ്റെ പരിപാടിയാണ്. ഞാനിത് നമ്മുടെ സാബൂനരി രാവിലെ സുബഹിക്ക് എണീച്ച സമയത്ത് പൊതിർത്തി വെച്ചതായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് പൊതിർന്ന് വന്ന്. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നിലക്കടല ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കണം. എണ്ണയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുത്തിട്ട് അത് ഗ്യാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കും. അങ്ങനെ അത് രണ്ടും കൂടി പൊടിച്ചതാണ് ഇത് ആ ചവ്വരയിലോട്ട് ഇട്ട് കൊടുത്ത്. പിന്നെ വേണ്ടുന്നത് പച്ചമുളകാണ്. അപ്പം ഭയങ്കര ഹൈറ്റിലുള്ള പച്ചമുളക്, 2 പച്ചമുളക് മുറിക്കുമ്പോഴേക്ക് തന്നെ ഒരുപാടുണ്ടാവും. നല്ല നീളമുള്ളൊരു പച്ചമുളക് കിട്ടിയത്. ഇതൊക്കെ ഉണ്ടാകും. അപ്പോൾ പച്ചമുളക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ എടുത്ത് കത്രികേനോട് മുറിച്ചിട്ട് പച്ചമുളകും കടല പൊടിച്ചതും മല്ലിച്ചപ്പ് പിന്നെ കറിവേപ്പിലയും വേണം. അപ്പോൾ എനിക്ക് കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അന്ന്. അപ്പോൾ അതുകൊണ്ട് കറിവേപ്പില ഇല്ല. അപ്പോൾ ഞാൻ കൊത്തുമീറിൻ്റെ നമ്മളെ മല്ലിയിലയുടെ തണ്ട് കുറച്ചധികമായിപ്പോയി. അപ്പോൾ അതൊക്കെ അതിൽ നിന്നിങ്ങനെ പെറുക്കിയെടുക്കുന്ന. അപ്പോൾ മല്ലിയിലയും മുറിച്ച് ഇട്ട് കൊടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് നമ്മളെ ഉരുളക്കിഴങ്ങാണ് കേട്ടോ. ഇങ്ങനെ വേവിച്ച് ആദ്യം തന്നെ കണ്ടില്ലേ, ഫസ്റ്റിൽ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വേവിച്ചതിങ്ങനെ ഇതിലേക്ക് നമ്മൾ കട്ട്ലേറ്റിൽ എങ്ങനെ ഉടച്ചിട്ട് മിക്സ് ചെയ്യുന്നത് അതേപോലെ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക വേണ്ടേ. അപ്പോൾ ഉരുളക്കിഴങ്ങിൽ തൊലി കളഞ്ഞിട്ട് ഞാൻ ആ സമയം കൊണ്ട് കടല വറുത്തെടുക്കുന്ന സമയം കൊണ്ട് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ സാബൂനരിയിലിട്ടിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കും. നന്നായിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം എല്ലാം കൂടി. ഉള്ളിയൊന്നും ഇടില്ല കേട്ടോ, നമ്മളെ സവാളയൊന്നും ഇടൂല ഇതൊരു ബജ്ജിയാണ്, ഒരു വട പറയും. സാബുദാന വട പറയും ഇവിടെ. ഇതിന് സാബുദാന എന്നാണ് പറയുക. അപ്പം അങ്ങനെ പറയാം നമുക്കല്ലേ. സാബുനരി എന്ന് പറയുമ്പോൾ അത്ര ശരിയാവുന്നില്ല. അപ്പോൾ അത് ആ പാത്രത്തിൽ നിന്ന് എനിക്ക് മിക്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ വലിയൊരു നമ്മളെ സ്റ്റീലിൻ്റെ താട്ടെടുത്തിട്ട് എല്ലാം കൂടി അതിലേക്കിട്ട് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരുപാടുണ്ടല്ലോ എന്നിങ്ങനെ ചിന്തിക്കും. പക്ഷെ എനിക്ക് ഒരുപാട് 4-5 വീട്ടിലേക്ക് കൊടുത്തയക്കണം. അപ്പോൾ അതുകൊണ്ട് ഇത്ര അധികം ഉണ്ടാക്കുന്നത്. ഇതിൽ കുറച്ച് ബാക്കി പിറ്റേന്നേക്കും ഉണ്ടാവും. ഞാനെന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ബാക്കി എന്തായാലും ഉണ്ടാവും. അത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പിറ്റേന്ന് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ഉണ്ടാക്കും അങ്ങനെ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുഴച്ചെടുത്ത് ആദ്യത്തെ ആ പാത്രത്തിലോട്ട് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അതവിടെ വെക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് വെക്കും. അപ്പോൾ ആ സമയം കൊണ്ട് മോള് ജ്യൂസ് അടിച്ചിട്ട് അതിങ്ങനെ കാണിച്ചു തരുന്നതേനു. അപ്പം ജ്യൂസും ആയി, അതും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച്. പിന്നെ പറഞ്ഞില്ലേ ബ്രെഡിൻ്റെ മോനാക്കി വെച്ചിട്ടുണ്ട്. ആ ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് അധികം എണ്ണയില്ലാണ്ട് ഫ്രൈ ചെയ്തിട്ടെടുക്കുന്ന. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ബ്രെഡ് 2 ഭാഗവും നന്നായിട്ട് മൊരിയിച്ചെടുക്കുക വേണ്ടേ. അപ്പോൾ ഇത് കുറച്ചൊന്ന് ഡാർക്കായി പോയി. ബ്രെഡ് പെട്ടെന്ന് കുക്കായി കിട്ടും. മുട്ടയിൽ മുക്കിയാൽ പിന്നെ പറയണ്ട, വേഗമായി പോവും. അപ്പോൾ കുറച്ച് ഒരു കളർ അധികം ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് ആക്കി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സാബുനരിൻ്റെ വട ഉണ്ടാക്കുക. ആ സമയം കൊണ്ട് മക്കളങ്ങനെ ഫ്രൂട്ട്സ് കട്ടാക്കലും ജ്യൂസെല്ലാം സെറ്റാക്കി വെക്കലും ടേബിൾ സെറ്റാക്കി വെക്കലും അതൊക്കെ ചെയ്യും കുട്ടികൾ. ഹസ്ബൻഡ് വരാൻ കുറച്ച് ലേറ്റായിന്. നോമ്പ് തുറക്കേണ്ട സമയമായിരുന്നു ഹസ്ബൻഡ് എത്തിയത്.
അപ്പോൾ ഇന്നത്തെ പണി മക്കളും ഞാനും കൂടി അന്ന് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ട്രിപ്പും അതേപോലെ ബ്രെഡ് ഇട്ട് അതും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേറെ ഭാഗം മറിച്ചിട്ടിട്ട് ഇങ്ങ് പുറത്തിങ്ങ് എടുക്കുക. അത്രയും പണിയുള്ളൂ. ഇത് അധികം പണിയില്ലാത്തൊരു സാധനം, വേഗമാവും, ഈസി ആവും. ഇങ്ങനെ ബ്രെഡ് ക്രംസ് ഒന്നും വേണ്ട, അതിന് മാത്രം മുട്ടയിൽ മുക്കിയിട്ടൊന്ന് എന്താ പറയണ്ടേ, ചെറുതായിട്ട് എണ്ണ ഒഴിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതവിടെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് ലേറ്റ് ആവുന്നുണ്ട്, സമയം കുറേ ആയിട്ടുണ്ടായിരുന്നു ഇതാക്കുന്ന ദിവസവും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കളറ്, ഈ കളറാണ് വേണ്ടത് കേട്ടോ, ഒരു ഗോൾഡൻ കളറ്. മറ്റേത് കുറച്ചൊരു ഡാർക്കായി പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കുന്ന. ഞാൻ കുറച്ച് തിരിച്ചിടാൻ ലേറ്റായിപ്പോയി, പിന്നെ സ്ലോയിൽ വെക്കാനും മറന്നുപോയി. ഗ്യാസ് ഫുള്ളിൽ അവിടെ വെച്ച്. ബ്രെഡല്ലേ സാധനം, പെട്ടെന്ന് അങ്ങ് കുക്കായി വരുമല്ലോ, പ്രത്യേകിച്ച് മുട്ട ഇങ്ങനെ മുക്കിയാക്കുന്ന സമയത്ത്. ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്നെല്ലാം വിചാരിച്ച്, പിന്നെ നോമ്പിന് നമുക്ക് അത്രയൊന്നും ഒരുപാടൊന്നും പണിയൊന്നും ഉണ്ടാവില്ലല്ലോ. അലക്കലും തുടക്കലും അടിച്ചു വാരലൊക്കെ വേഗം കഴിയും. പിന്നെ ആ സമയത്ത് ചിലപ്പോൾ മറന്നു പോകും വീഡിയോ എടുക്കാൻ. അപ്പോൾ പിന്നെ വിചാരിച്ച് എന്തെങ്കിലും ഒരു വീഡിയോ വേണമല്ലോ, അങ്ങനെ റെസിപ്പി അല്ല, ഒരു നോമ്പ് തുറ വിശേഷം പോലെ ഇങ്ങനെ എടുത്തു. അപ്പോൾ അതൊക്കെ അവിടെ ഫ്രൈ ആക്കി വെച്ചിട്ടാണ് ഞാൻ ഇതിന് സാബുദാന വടയാക്കാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ ഇത് കുറച്ച് വലിയ സൈസായിപ്പോയി എൻ്റെ അടുക്കുന്നത്. ഞാൻ അതിനേനും മോളോട് പറയുന്നത് ഇങ്ങനെ ഡൗട്ട് അടിക്കണ്ടേന്, ഇതെന്തിങ്ങനെ വലുതായി പോയി പറഞ്ഞിട്ട്. പിന്നെ വിചാരിച്ചതിന് രണ്ടാം പണി എടുക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പോൾ അതും അതവിടെയായി. കുക്കിംഗ് ഓയിൽ ഒഴിച്ച് ഇത് എണ്ണയിൽ നന്നായിട്ട് നമ്മളെ കട്ട്ലേറ്റെല്ലാം ആക്കുന്ന പോലെ ആക്കിയിട്ടെടുക്കണം. അപ്പോൾ സാബുദാന വട ഇങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. വേറെ ഒന്നും പ്രത്യേകിച്ചൊരു പണിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് രണ്ടാമത്തെ നോമ്പിൻ്റെ അന്നുള്ളതാണ്, രണ്ടാമത്തെ നോമ്പിൻ്റെ വിശേഷം. ഇത് ഞാൻ ഡിമാർട്ടിൽ നിന്ന് സാധനം വാങ്ങാൻ പോയ സമയത്ത് കണ്ടിട്ട് വാങ്ങിയതായിരുന്നു. ഇത് ഈ കോരിയെടുക്കുന്ന ആ സാധനം നല്ല ഉപകാരമുള്ളത്. നല്ല ഇങ്ങനെ എണ്ണയിൽ ഇങ്ങനെ കുടയുമ്പോൾ അങ്ങ് താഴേക്ക് വീണ് പോകുന്നുള്ളൊരു പേടിയൊന്നുമില്ല. അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു എനിക്ക്. ഇങ്ങനെ എണ്ണയിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തിട്ട് എനിക്കിങ്ങനെ ഒരു കുടയുന്നൊരു സ്വഭാവമുണ്ട്, അപ്പോൾ തന്നെ എണ്ണയിലേക്ക് വീണ് പോകും. ഇതാകുമ്പോൾ നല്ല സുഖമുണ്ട്. അപ്പോൾ അത് വാങ്ങിയത് നല്ല ഉപകാരമുള്ള സാധനമായി. അങ്ങനെ ഓരോ ട്രിപ്പായിട്ട് സാബുദാന വടയും അങ്ങനെ റെഡിയായി. പിന്നെ നമ്മളെ കോക്കോ ബേബി വന്നിട്ടുണ്ടായിരുന്നു, അവനിക്ക് ഫുഡൊക്കെ കൊടുത്ത് ചിക്കനൊക്കെ കൊടുത്ത്. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരാനുണ്ട് കേട്ടോ, കുറേ ആളുണ്ട് വന്ന് പോകുന്നത്. ഞാൻ എന്താ പറയുന്നത്, ഇങ്ങനെ നോക്കുന്ന എൻ്റെ മേലോട്ട്. അപ്പോൾ മക്കൾ ടേബിളെല്ലാം സെറ്റാക്കി ജ്യൂസെല്ലാം എടുത്ത് കൊണ്ടാച്ച്, റൂഹബ്സയൊക്കെ എടുത്ത് കൊണ്ടാച്ച്. എനിക്ക് റൂഹബ്സ, എൻ്റെ ഹസ്ബൻഡിനും മക്കൾക്കും ജ്യൂസ്, പിന്നെ ഇപ്പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് സെറ്റാക്കി. ഈത്തപ്പഴവും ബദാമും കൂടി അടിച്ച ജ്യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ ഉണ്ടാക്കിയ സാബു വട. ഇത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇതും അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയ ചട്നി, നമ്മളെ പുതിനയും കൊത്തുമീറും നിലക്കടലയിലും ഇട്ടിട്ടുള്ള ഒരു ചട്നി. അത് ഇൻഷാല്ല ഞാനൊരു ദിവസം ചട്നീൻ്റെ വീഡിയോ ഇട്ടുതരാം കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത്, എനിക്ക് വെള്ളത്തിലുള്ള റൂഹബ്സ, ഇവർക്ക് 3 പേർക്ക് ജ്യൂസ്, പാലിൻ്റെ ജ്യൂസ് ഇല്ലാണ്ട് അവർക്ക് ആവില്ല. അങ്ങനെ അതെല്ലാം ഫ്രൂട്ട്സ് എല്ലാം പിന്നെ ഒരു പാത്രത്തിൽ തന്നെ കട്ട് ചെയ്ത് വെക്കും. കുറേ ഇങ്ങനെ ഒരുപാട് പാത്രമൊന്നും അങ്ങനെ എടുക്കില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം. ബായ്.